നമസ്കാരം. കഴിഞ്ഞ വീഡിയോ കേരള പഴനി എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ ആയിരുന്നു. ആ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് അമ്പലങ്ങളുടെ മോഡലിലുള്ള ഒരു അമ്പലമായിരുന്നു ഈ കേരള പഴനി. അവിടുന്ന് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയാണിത്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ചിമ്മിനി ഡാം. ഇവിടുന്ന് 30 കിലോമീറ്റർ ആണ് ചിമ്മിനി ഡാമിലേക്കുള്ളത്. പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. രണ്ട് സൈഡിലും ഒരേ വലുപ്പത്തിൽ ഇങ്ങനെ റബ്ബർ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് പോകുമ്പോൾ ആ റോഡൊക്കെ ഭംഗി, അത് വേറൊരു ഭംഗിയാണ്. അത് രണ്ട് സൈഡിലും മുളകളാണുള്ളത്. അത് ഈ റോഡിനേക്കാളും നല്ല ഭംഗിയുള്ള റോഡാണ് ചാലക്കുടി ടു ചിമ്മിനി ഡാം റോഡ്. ചാലക്കുടിയിൽ നിന്ന് ചിമ്മിനി ഡാമിലേക്ക് പോകാനായിട്ട് ഏകദേശം 37 കിലോമീറ്റർ ആണുള്ളത്. ഈ പോകുന്ന വഴി പ്രത്യേകിച്ച് ഹോട്ടലുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതൊക്കെ ചിമ്മിനി ഡാമിലേക്ക് പോകുന്നവർ ഒന്ന് ഓർത്തിരിക്കണം. ഇതാണ് ചിമ്മിനി ഡാമിലേക്കുള്ള ചെക്ക് പോസ്റ്റ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 40 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് മൊബൈലിന് നെറ്റ്വർക്കൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. BSNLന് നെറ്റ്വർക്ക് കിട്ടും ഇവിടെ. അതുകൊണ്ട് BSNL ഉള്ളവർക്ക് ഇവിടെ GPay ചെയ്താലും മതി ടിക്കറ്റിന്. അല്ലാത്തവരൊക്കെ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. അത് അവരവിടെ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. ചിമ്മിനി വന്യജീവി സങ്കേതവും കൂടിയാണിത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ എന്തെങ്കിലും വന്യജീവികളെയൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് പ്രത്യേകിച്ച് വന്യജീവികളെ ഒന്നും തന്നെ കണ്ടില്ല. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഡാം വരെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ തന്നെയാണെങ്കിലും ഈ കേരള പഴനിയൊക്കെ പോയി ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു 11 മണിയായിരുന്നു. അപ്പോഴേക്കും നല്ല വെയിലായി. ഇവിടെ വരുന്നവരപ്പോൾ രാവിലെ ഇവിടേക്ക് വരണം. വേറെ എവിടെയും പോവാതെ രാവിലെ ഇവിടേക്ക് വരണം. അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും പിന്നെ നല്ല വെയിലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വന്യജീവികളെ ഒന്നും കണ്ടില്ല. പക്ഷേ ഒരു മയിലിനെ ഇങ്ങനെ മിന്നായം പോലെ കാണാൻ പറ്റി. മയിൽ പൊതുവെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണല്ലോ. അപ്പോൾ മനുഷ്യരുടെ ഒരു അനക്കം ഒരു ഒച്ചയൊക്കെ കേട്ട് കഴിഞ്ഞാൽ മയിലുകൾ അവിടെ നിൽക്കില്ല, അപ്പം തന്നെ അവിടെ നിന്ന് പോകും. ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് മയിൽ. അങ്ങനെ ഡാമിൻ്റെ മുൻഭാഗത്തെത്തി. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഒരു സ്ഥലം നോക്കി തണൽ നോക്കി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റി. കുട്ടവഞ്ചി, ട്രക്കിംഗ്, സൈക്ലിംഗ് എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ട്രക്കിങ്ങിൻ്റെയും സൈക്ലിങ്ങിൻ്റെയും കാര്യമൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് കണ്ടില്ല. പക്ഷെ കുട്ടവഞ്ചി ഉണ്ടായിരുന്നു. അവിടെ പ്ലാസ്റ്റിക് അവിടെ ഇട്ടിട്ട് പോകരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോകുന്നവർ അതൊക്കെ വായിച്ച് അവിടുത്തെ നിയമങ്ങളൊക്കെ പാലിച്ച് പോയിട്ട് വരിക. രാവിലെ തന്നെ വന്നില്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെയിലായിട്ട് കണ്ണ് തുറന്ന് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ ചിമ്മിനി ഡാം പോണ പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കേരള പഴനി പോയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഈ ചിമ്മിനി ഡാം അടുത്തല്ലേ, അവിടെയും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ കൊടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അവിടെ നമുക്ക് വെയിലൊന്നും കൊള്ളാതെ നടക്കാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നും നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല വെയിലായിട്ട്. അവിടെ കുട്ടികൾക്കൊക്കെ ആടാൻ പാകത്തിന് അവിടെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. പിന്നെ കുട്ടവഞ്ചിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് 400 രൂപയാണ്. ഒരു കുട്ടവഞ്ചിയിൽ 4 ആളാണ് കയറാൻ പറ്റുക. നമ്മൾ വിനോദസഞ്ചാരികൾ 4 പേരും പിന്നെ അവരുടെ ഒരാളും ഉണ്ടാവും. അരമണിക്കൂറാണ് ഈ കുട്ടവഞ്ചിയിലുള്ള പോയി വരാനുള്ള ഒരു ടൈം പറയുന്നത്. ഈ കാണുന്ന അത് ഒരു ചെറിയൊരു ഷോപ്പാണ്. അവിടെ നമുക്ക് ചായ, സ്നാക്സ് എല്ലാം കിട്ടും. തന്നെയാണ് ഈ കുട്ടവഞ്ചിയുടെയും എല്ലാത്തിൻ്റെയും ടിക്കറ്റ് കിട്ടുന്നത് ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണ്.
ഈ വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അവിടെ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ വേസ്റ്റ് ഒന്നും കിടക്കുന്നില്ല, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഈ മരങ്ങൾ നിൽക്കുന്നുണ്ട്, അതൊരാശ്വാസമാണ്. പിന്നെ ബെഞ്ചും ഉണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ തണലിൽ ആ ബെഞ്ചിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് പോരാം. കാര്യമായിട്ടുള്ള കാറ്റ് എന്ന് പറയാൻ ഒന്നുമില്ല. കാര്യം പുഴയാണ്, ഡാമൊക്കെ ആണെങ്കിലും ഒരു തരി പോലും കാറ്റില്ല. കുറച്ച് നേരം കാറ്റ് കൊണ്ടിരിക്കാമെന്ന് വിചാരിക്കാനായിട്ട്. അപ്പോൾ ഈ വെയിലുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നടന്ന് ഒന്ന് കണ്ട് അപ്പം തന്നെ തിരിച്ചു വരാം. രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ആണ് പോണേന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും മലയാണ് കാണുന്നത്. അത് ഏത് മലയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള. ഈ വെയിലില്ലാത്ത സമയമായിരുന്നെങ്കിൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നോക്കി നിൽക്കാൻ പറ്റിയില്ല, വെയിലായിട്ട്. ഡാമിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ നമ്മളെ കയറ്റി വിടുന്നില്ല, അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ക്ലോസ്ഡ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടേക്ക് കയറി നിന്ന് പുഴയിലേക്ക് നോക്കി ഒന്നും കാണാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ, തൃശ്ശൂർ ജില്ലയിലെ 1 ഡേ ട്രിപ്പിന് പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ചിമ്മിനി ഡാം. അപ്പോൾ പോകുമ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് വെയിലൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കണ്ടിട്ട് പോരാൻ പറ്റും.